हरि ओम। ओम सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभाङ्गं लक्ष्मीकान्तं कमलनयनं योगिहृद्यानगम्यं वन्दे विष्णुं भवभयहरं സർവലോകൈകനാഥം. ഇന്ന് നമ്മൾ 37, 38 ശ്ലോകം ചൊല്ലാം. അശോകസ്താരണസ്താര ശൂരശൗരിർജനേശ്വര അനുകൂലശതാവർത്ത പത്മീ പത്മനിഭക്ഷണ പത്മനാഭോ അരവിന്ദാക്ഷ പത്മഗർഭ ശരീരഭൃത് മഹാർദിഹൃദ്ധോ വൃദ്ധാത്മാ മഹാക്ഷോഗരുഡധ്വജ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന നാമം 344 നാമം പത്മി. താമരപ്പൂ ധരിച്ചിട്ടുള്ളവൻ. നമ്മൾ കണ്ട നാമങ്ങളാണ് ഇതൊക്കെ കേട്ടോ. ഇനി വരാൻ പോണ നാമങ്ങളൊക്കെ അധികം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ചിലപ്പോൾ ഒന്ന് ഓടിച്ചു പോകേണ്ടാവുള്ളൂ, അതിൻ്റെ ആവശ്യമുള്ളൂ. പത്മി എന്ന് വെച്ചാൽ താമരപ്പൂ ധരിച്ചിട്ടുള്ളവൻ. താഴത്തെ വലത്ത് ഭാഗത്ത് ഉള്ള കയ്യിൽ പത്മം ധരിച്ചുകൊണ്ടുള്ളതാണല്ലോ മഹാവിഷ്ണുവിൻ്റെ പ്രാചീന ബിംബങ്ങളെല്ലാം. ആണ് പത്മി എന്ന് പറയുന്നത്. താമരപ്പൂ ധരിച്ചിട്ടുള്ളവൻ എന്നർത്ഥം. പത്മം കയ്യിൽ പിടിച്ചിട്ടുള്ളവൻ പത്മി. ഈ പത്മം, ഈ താമരപ്പൂവ്, താമര എന്നൊക്കെ പറയണത് ധർമ്മത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും സത്വത്തിൻ്റെയും പ്രതീകങ്ങളാണ്. ധർമ്മം, ജ്ഞാനം, സത്യം, മൂന്നും ആണല്ലോ പില്ലേഴ്സ്. സനാതന ധർമ്മത്തിൻ്റെ 3 പില്ലേഴ്സ് ഇതാണല്ലോ: ധർമ്മം, ജ്ഞാനം, സത്യം. എക്സിസ്റ്റൻസ്, ധർമ്മ, നോളജ്. ആരാ പറഞ്ഞേ? എന്താ തെളിവ്? ഭാഗവത മഹാപുരാണം പറഞ്ഞതാണ്. നമുക്ക് അത്രേ പറയാൻ പറ്റുള്ളൂ. അത് കൂടുതൽ തെളിവൊന്നും അതിലാക്കാൻ പറ്റില്ല. വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കുക, ഇല്ലെങ്കിൽ വലിച്ച് ചവിട്ടുകോട്ടയ്ക്ക് വലിച്ചെറിയാം. നമ്മളൊന്നും ഉണ്ടാക്കി പറയണതല്ല അത്. താമര എന്ന് പറയുന്നത് ധർമ്മത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും സത്വത്തിൻ്റെയും പ്രതീകമാണ്. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞതൊക്കെ ഇത് ഞാൻ പറഞ്ഞതൊന്നുമല്ല. അതൊക്കെ ഭാഗവത മഹാപുരാണത്തിൽ നിന്ന് ഉദ്ധരിച്ച് പറയുന്നു മാത്രം. ഇതൊന്നും എൻ്റെ കണ്ടുപിടുത്തമല്ല. ധർമ്മജ്ഞാനാദിഭിർമുഖ്യം സത്വം പത്മവിമുച്യതേ. സത്വം പത്മം ഇവ ഉച്യതേ, അങ്ങനെയാണെന്ന് പറയപ്പെടുന്നു. അതാണ് വ്യാസനും അതാ പറയണത്. വ്യാസനും പറഞ്ഞത് എന്താ? അത് പറയപ്പെടുന്നു. ആരാ വ്യാസനോട് പറഞ്ഞേ? പരാശരൻ പറഞ്ഞിട്ടുണ്ടാവും. ആരാ പരാശരനോട് പറഞ്ഞേ? വസിഷ്ഠൻ പറഞ്ഞിട്ടുണ്ടാവാം. വസിഷ്ഠനോട് ആരാ പറഞ്ഞു കൊടുത്തത്? നാരായണൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവാം. അതുവരല്ലേ പോകാൻ പറ്റുള്ളൂ, മേപ്പെട്ട് അല്ലേ? പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ വ്യാസന് അത്രേ പറയണുള്ളൂ: ധർമ്മജ്ഞാനാധിപർമുഖ്യം സത്വം പത്മം ഇഹ ഉച്യതേ. ഇത് 12ാമത്തെ സ്കന്ധത്തിൽ 18ാം അധ്യായത്തിൽ വ്യാസൻ പറയുന്ന കാര്യങ്ങളാണതൊക്കെ. അദ്ദേഹം തറപ്പിച്ച് ഞാൻ കണ്ടുപിടിച്ചതാണെന്നൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല.
അങ്ങനെ പറയപ്പെടുന്നു. ഇന്ന് ഉച്ചതേ ആരാ ഭഗവാനോട് വ്യാസനോട് ആരാ പറഞ്ഞു കൊടുത്തത്? എൻ്റെ അച്ഛൻ പറഞ്ഞെന്താ? ആരാ? പരാശരൻ. എന്നാൽ പോയി പരാശരനോട് ചോദിക്കുക. പരാശരൻ പറയും എനിക്കെൻ്റെ അച്ഛൻ പറഞ്ഞെന്താ? വസിഷ്ഠൻ. വസിഷ്ഠനോട് ആരാ പറഞ്ഞെടുത്തത്? ഭഗവാൻ സാക്ഷാൽ നാരായണൻ. നാരായണം പത്മഭുവം വസിഷ്ഠം ശക്തിം ച തത്പുത്രപരാശരം ച. ശക്തി ഉണ്ട് അതിൻ്റെ ഇടയിൽ വേറൊരാൾ. ആ വസിഷ്ഠൻ്റെ മകൻ ശക്തി, ശക്തിയുടെ മകൻ പരാശരൻ, പരാശരൻ്റെ മകൻ വ്യാസൻ. വ്യാസനാണ് പറയുന്നത് ഉച്ചതേ എന്ന് പറയപ്പെടുന്നു. മീൻസ് എനിക്ക് പരാശരൻ മഹർഷി പറഞ്ഞു തന്നു, പരാശരന് ശക്തി പറഞ്ഞു കൊടുത്തു, ശക്തിക്ക് വസിഷ്ഠൻ പറഞ്ഞു കൊടുത്തു, വസിഷ്ഠന് നാരായണൻ പറഞ്ഞു കൊടുത്തു. ഏവം പരമ്പരാപ്രാപ്തം. അങ്ങനെ പരമ്പരമായിട്ട് ഗുരുപരമ്പരയായിട്ട് പറഞ്ഞു വന്നതാണ്. ഇനിവേ പിന്നെ ഈ താമര എന്ന് പറയുന്നത് പ്രായോഗികമായി നമുക്ക് കാണാവുന്നതൊന്നെന്താ വെച്ചാൽ ധർമ്മജ്ഞാനമൊക്കെ മാറ്റിവെക്കുക. നിസ്സംഗത്തിൻ്റെ പ്രതീകമാണ് ഈ താമരയില. ഡിറ്റാച്ച്മെൻറ്റിൻ്റെ പ്രതീകമാണ്. ഇറ്റ്സ് എ റെപ്രസെൻറ്റേഷൻ. ഡിറ്റാച്ച്മെൻറ്റ് റീബോൺ, അല്ലെങ്കിൽ ഡിറ്റാച്ച്മെൻറ്റ് പെർസോണിഫൈഡ്. പത്രപത്മ വിവംബസി എന്നൊരു ഉപമ പറയും ഭഗവത്ഗീതയിൽ. സ്ഥിതപ്രജ്ഞ യോഗിമാരെ എങ്ങനെ പ്രവർത്തിക്കുന്ന ലോകത്തിൽ പത്രപത്മ വിവംബസി. താമരയുടെ ഇല എങ്ങനെയാണോ വെള്ളത്തിൽ കിടക്കുന്നത് അതുപോലെ ആയിരിക്കണം നമ്മളും ഈ ലോകത്തിൽ പ്രവർത്തിക്കുന്നതെന്ന് പറയുന്നത്. താമരയിലയുടെ ജനനം എവിടെയാ? വെള്ളത്തിൽ. എവിടെ എൻ്റെ വാസം? വെള്ളത്തിൽ. എവിടെ ലയിച്ചു പോണ്? വെള്ളത്തിൽ. ഇതൊക്കെ ആണെങ്കിലും വെള്ളത്തിലാവണമില്ല, അതാ പ്രശ്നം. അല്ലേ? ഇതേവരെ വെള്ളത്തിലായിട്ടില്ല ഒരു താമരലി. ജനിച്ചത് വെള്ളത്തിൽ, വളരുന്നത് വെള്ളത്തിൽ, ലയിക്കുന്നത് വെള്ളത്തിൽ, എന്നാലും പൊങ്ങിക്കിടക്കും ഇങ്ങനെ എപ്പോഴും. ഒരു കാറ്റ് വീശാൽ 2 തുള്ളി വെള്ളം എൻ്റെ മുകളിൽ ഒന്നുണ്ടായിരിക്കാം, അത് വേറൊരു കാറ്റ് വീശാൽ അപ്പുറത്തേക്ക് പോവുകയും ചെയ്യും. ദാറ്റ്സ് ഓൾ. ഒരൊട്ടലില്ല. വെള്ളം ഈ പത്മപത്രത്തിനെ സ്വാധീനിക്കുകയെ, ഈ പത്മപത്രം ഇല്ലെങ്കിൽ വെള്ളത്തിൽ കിടന്ന് കുടുങ്ങുക, ഇതൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ മുകളിൽ ആലില കിടക്കണ പോലെ ഇങ്ങനെ കിടക്കും. പത്മപത്രം ഇവ അംബസി. പത്മപത്രം എങ്ങനെയാണോ വെള്ളത്തിൽ കിടക്കുന്നത് അതുപോലെ ആയിരിക്കണം നമ്മൾ ലോകത്തിലെന്ന് പറയുന്നത്. നമ്മൾ ജനിച്ചത് എവിടെയാ? ഈ ലോകത്തിലല്ലേ. എവിടെ വളരുന്നത്? ഈ ലോകത്തിലല്ലേ. എവിടെ ലയിച്ചു പോണ്? ഈ ലോകത്തിലേക്ക് തന്നെയല്ലേ. പഞ്ചമഹാഭൂതങ്ങളിലേക്ക് തന്നെയല്ലേ നമ്മൾ ലയിച്ചു പോണത്. ജനിച്ചതും ലോകത്തിൽ, വളരുന്നതും ലോകത്തിൽ, ലയിക്കുന്നതും ലോകത്തിൽ. ഇവിടെ ലോകം മീൻസ് ഒരു ജോഗ്രഫിക്കൽ ഏരിയ അല്ല, ഇറ്റ് ഈസ് ഫീൽഡ് ഓഫ് എക്സ്പീരിയൻസ്. അപ്പോൾ നമ്മളുടെ അനുഭവങ്ങളിലാണ് നമ്മളുടെ ജനനം, നമ്മളുടെ അനുഭവങ്ങളിലാണ് നമ്മൾ വളരുന്നത്, നമ്മളുടെ അനുഭവങ്ങളിലാണ് നമ്മൾ ലയിക്കുന്നത്, നമ്മുടെ അനുഭവങ്ങളാണ് നമ്മളുടെ ലോകം. അപ്പം ആ ലോകത്തിനോട്, ലോകമായിട്ട് താമരയിലേക്ക് എങ്ങനെയാണോ വെള്ളത്തിനോട് ഒട്ടലില്ലാതിരിക്കണേ, അതുപോലെ നമ്മളുടെ അനുഭവങ്ങളോടും നമ്മളുടെ ലോകത്തിനോടും നമ്മൾക്ക് ഒട്ടലരുത്. അങ്ങനെയാണോ? ഈ ലോകത്തിലുള്ള എല്ലാ ഗുണങ്ങളും നമ്മൾ ഒപ്പിയെടുത്തിട്ടില്ലേ? ബ്ലോട്ടിംഗ് പേപ്പറിൽ മഷി ഒപ്പിയെടുക്കണ പോലെ എല്ലാം ഒപ്പിയെടുത്തില്ലേ നമ്മൾ ലോകത്തിലത്തെ? എന്തൊക്കെ ചേഷ്ടകളുണ്ടോ ലോകം, അതൊക്കെ എനിക്കുമുണ്ട്. ഈ ലോകത്തിനോട് എന്നാൽ എന്താ പറയുക, ഒട്ടുക്കത്തെ ഒരു അറ്റാച്ച്മെൻറ്റ്, വേറെ വാക്ക് കിട്ടണില്ല ഉപയോഗിക്കാൻ. ഒട്ടുക്കത്തെ ഒരു അറ്റാച്ച്മെൻറ്റ്. എന്തൊരു അറ്റാച്ച്മെൻ്റാണോ അപ്പോൾ ലോകത്തിനോട് നമുക്ക്? താമരയില അങ്ങനെയല്ല, വെള്ളത്തിൻ്റെ ഒരു ഗുണവും ഏറ്റുവാങ്ങുന്നില്ല. അതിനെ പിഴിഞ്ഞാൽ ഒരു അംശം വെള്ളം കിട്ടില്ല അതിൻ്റെ ഉള്ളിൽ നിന്ന്. നമ്മളെ പിഴിഞ്ഞാലോ? നമ്മളെ പിഴിയണ്ട, ഒന്ന് ചോദ്യം ചെയ്താൽ മതി, നമ്മളുടെ ഉള്ളിലുള്ള ലോകം മുഴുവൻ പുറത്തേക്ക് വരും. ഛർദ്ദിക്കും നമ്മളെല്ലാം ഈ ലോകത്തിനെ. നമ്മൾ ഛർദ്ദിക്കുന്നത് മുഴുവൻ ലോകമാണ്, എല്ലാം നമ്മളുടെ എക്സ്പീരിയൻസുകളാണ്, ഒക്കെ അതിൻ്റെ അറ്റാച്ച്മെൻറ്റാണ്, അതിനോടുള്ളൊരു താതാത്മ്യം. ചില്ലറയല്ലോ. അതാണ് പത്മമഹാത്മ്യം എന്ന് പറയുന്നത്. പത്മത്തിൻ്റെ മഹാത്മ്യം അതാണ്.
നോ അറ്റാച്ച്മെൻറ്റ്. താമര ഇലയിലെ വെള്ളം പോലെ യാതൊരു അറ്റാച്ച്മെൻറ്റും താമരയുടെ ഇലയ്ക്ക് വെള്ളമായിട്ടില്ല. പൽപ്പ് മീ. ഭഗവാനും അങ്ങനെയാണെന്ന് അർത്ഥം. ലോകത്തിൽ തന്നെയാണെങ്കിൽ അവതാര പുരുഷന്മാർ ഇവിടെയൊക്കെ ജനിച്ചവർ തന്നെയാണ്. അവർക്ക് ഈ ലോകമായിട്ട് യാതൊരു ഒട്ടലുമില്ല. ഭഗവാന്റെ കൃഷ്ണൻ്റെ കാര്യമൊക്കെ നോക്കൂ, ഭഗവാന്റെ കാര്യം നോക്കൂ, ശ്രീരാമൻ്റെ കാര്യം നോക്കൂ, എന്തൊരു ഒട്ടലുള്ളത് അവർക്ക്. ശ്രീരാമനും അയോധ്യയായിട്ട് വല്ല ഒട്ടലും ഉണ്ടോ? പറയൂ. ഭഗവാനും ദ്വാരകയായിട്ട് വല്ല ഒട്ടലുണ്ടോ? ഭഗവാനും ഗോകുലമായിട്ട് വല്ല ഒട്ടലുണ്ടോ? ഭഗവാനും മധുരയായിട്ട് വല്ല ഒട്ടലുണ്ടോ? ഏയ്, ആരോടും ഒന്നിനോടും ഒരൊട്ടലുമില്ല. എങ്ങനെയാണോ അവരുടെ മുമ്പിൽ സാഹചര്യങ്ങൾ വന്ന് പെടുന്നത്, അതുപോലെ അതിൻ്റെ ധർമ്മത്തിനനുസരിച്ച് കർമ്മങ്ങൾ ചെയ്തു പോകുന്നു. ഇപ്പോൾ ചുറ്റുപാടുകളെ നമ്മൾ വന്ന രീതിയിൽ കാണാനുള്ള കഴിവ് നമുക്കില്ലാതെയായി. കഴിവില്ലാണ്ടായി പോയി നമ്മൾ. ഞാൻ വിചാരിക്കുന്ന പോലെയാണ് ചുറ്റുപാട് എന്നുള്ളൊരു ധാരണ വെച്ചിട്ട് ആ കണ്ണാടി കൂടെ നമ്മൾ നോക്കണത്. എന്നിട്ട് അതല്ല എന്ന് വരുമ്പോൾ നിരാശയായി. അതുപോലെ വന്ന ആഹാന്നായി, അതുപോലെ വരാഞ്ഞാൽ ഈഹീന്നായി. അത് നേരത്തെ പറഞ്ഞ പോലെ ആറ്റിറ്റ്യൂഡാണ് അതിന് കാരണം. അപ്പോൾ അതില്ലാണ്ട് താമരയിലയിലെ നീരെന്നോണം ആ വെള്ളത്തിൽ കിടന്ന താമരയിലെ പോലെ പത്മപത്രമിവംബസി. ഭഗവാന്റെ ക്വാളിറ്റിയാണത്. അതുകൊണ്ടാണ് ഭഗവാനെ പത്മി എന്ന് പറയാൻ കാരണം. ഓക്കെ. ഇനി അടുത്ത നാമം 345 പത്മനിഭേക്ഷണ. ഇത് അതിൻ്റെ അർത്ഥം താമരക്കണ്ണുള്ളവൻ. നമ്മൾ പഠിച്ചിട്ടില്ലേ? നാമം ധാരാളം വന്നിട്ടുണ്ട് താമരക്കണ്ണുള്ള. ഇനിയും വരാൻ പോണു പത്മാക്ഷൻ. അപ്പോൾ ഭഗവാന്റെ ഓരോ അവയവവും താമരയായിട്ട് കവികൾ ഉപമിച്ചിട്ടുണ്ട്. ഓരോ അവയവവും, കയ്യ്, കാല്, മൂക്ക്, കണ്ണ്, ചെവി, ഉദരം, കാൽപാദങ്ങൾ എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് മുല്ലപ്പൂവായിട്ടോ ചെത്തിപ്പൂവായിട്ടോ റോസപ്പൂവായിട്ടോ അല്ല. ഒക്കെ താമരപ്പൂവായിട്ടുള്ളതാണ് ഉപമാനങ്ങളെല്ലാം. പുണ്ടരീകാക്ഷൻ, താമരക്കണ്ണൻ, അല്ലെങ്കിൽ ഹൃദയമാകുന്ന താമരയിൽ കുടികൊള്ളുന്നവൻ. പത്മനാഭൻ, നാഭി, പൊക്കിള്, താമര. എല്ലാം താമരയാണ് ഭഗവാന്റെ, എല്ലാം താമരയാണ്. ഈ കുറേ നാമങ്ങൾ ഇനി വരും പിന്നെ അടുത്ത് തന്നെ കൽപ്പത്തിനോടനുബന്ധിച്ചിട്ട്. അതൊക്കെ നമ്മൾ ഈ ഫാസ്റ്റ് സൂപ്പർ ഫാസ്റ്റൊക്കെ സാധാരണ സ്റ്റേഷൻ കൂടെ കടന്നു പോണ പോലെ അങ്ങനെ പച്ചക്കൊടിയും കാണിച്ച് ഇങ്ങനെ പോവുള്ളൂ. അവിടെ നിൽക്കേണ്ട കാര്യമില്ല നമുക്ക്. പാസഞ്ചർ ട്രെയിൻ എല്ലാ സ്റ്റേഷനിലും നിൽക്കണ പോലെ അങ്ങനെ എല്ലാ നാമത്തിൻ്റെ മുകളിൽ നമ്മൾ നിർത്തണമെന്നില്ല. ചിലതൊക്കെ പാസ് ചെയ്ത് പോവാം, സിഗ്നലിൽ കിട്ടിയാൽ പാസ് ചെയ്ത് പോവാം. കാരണം ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് അതിന് മുമ്പേ വളരെ വിപുലമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അവിടെയൊക്കെ എത്തുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഈ ഗൂഡ്സ് വണ്ടി സ്റ്റേഷൻ നിൽക്കാണ്ട് പോണ പോലെ നമുക്കിങ്ങനെ പോവാം, കുഴപ്പമൊന്നുമില്ല. ഏതായാലും മനസ്സിന് കുളിർമയും ആനന്ദവും തരുന്ന പത്മതലങ്ങൾ പോലെ പത്മ താമരപ്പൂവ്, ഒരു താമരയുടെ ഇല, താമര ചെടി ഒന്ന് കുളത്തിൻ്റെ വക്കത്തിരുന്നിട്ട് ആ കൽപ്പടവിൽ ഇങ്ങനെ ഇരുന്നിട്ട് ആ താമര ഒന്നിങ്ങനെ നോക്കിയിരിക്കുക നമ്മൾ. അനുഭവം, നാട്ടിൻപുറത്ത് ജീവിച്ച് അനുഭവമുള്ളവർക്ക് അറിയാം. ഇപ്പോൾ ഇവിടെ നാടെവിടെ, ഇപ്പോൾ ഒക്കെ ഫ്ലാറ്റ് ജീവിതമല്ലേ. ഫ്ലാറ്റിലുണ്ടാവും എവിടെ ഉരുളിയിൽ നമ്മൾ വെള്ളം ഉണ്ടാക്കി വെച്ചാൽ ആ വെള്ളത്തിൽ ഒരു പ്ലാസ്റ്റിക് താമര ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കും. ഒരു സൗന്ദര്യം ഉണ്ടാവില്ല അതിൽ. നാട്യപ്രധാനം നഗരം ദരിദ്രം നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്ന് പറഞ്ഞ പോലെ നാട്ടിൻപുറത്ത് വളരണം എന്നൊക്കെ അറിയണമെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അറിയില്ല. ഹാവ് യു സീൻ ലോട്ടസ്? യെസ്, ഐ ഹാവ് സീൻ ലോട്ടസ്. വേർ? ഇൻ മൈ ഡ്രോയിങ് റൂം, in a pot, in a vessel.
നമ്മൾ ഒഴിച്ച വെള്ളം, നമ്മളുണ്ടാക്കിയ പാത്രം, നമ്മൾ മേടിച്ച പാത്രം, അതിലൊരു പ്ലാസ്റ്റിക് താമരപ്പൂവ്. എന്നിട്ട് വരുന്നവരോ ഐ എന്ത് ഭംഗിയാ കാണാനല്ലേ, ഓ എന്താ ഭംഗി. അതല്ല, നാട്ടിൻപുറത്തൊരു കുളത്തിൻ്റെ വക്കത്ത് ചെന്നിരുന്നങ്ങനെ നോക്കൂ, വൈകുന്നേരമോ കാലത്തോ, വളരെ വളരെ നല്ല വേറെ എൻഗേജ്മെൻറ്റ് അറ്റാച്ച്മെൻ്റ് ഒന്നും പാടില്ല. അത് അങ്ങനെയൊക്കെ ആസ്വദിക്കണം മനസ്സിൻ്റെ സന്തോഷം കിട്ടണമെങ്കിൽ. ആ കുളത്തിൻ്റെ വക്കത്ത് ചെന്നിരുന്നങ്ങനെ നോക്കൂ, ആ താമരയുടെ ഇല ഇതൊക്കെ എങ്ങനെയാണല്ലോ വെള്ളത്തിൽ നിൽക്കുന്നത്. 10, 15, 20 താമര ഉണ്ടാവും, ഓരോരോ താമരയുടെ ഇല. എത്രണ്ണത്തിൻ്റെ മുകളിൽ വെള്ളം വന്നിട്ടുണ്ട്, എത്രണ്ണത്തിൻ്റെ മുകളിൽ വെള്ളം വന്ന് വെള്ളം അങ്ങോട്ട് പോകുന്നുണ്ട്, എങ്ങനെയാണ് വെള്ളത്തിൻ്റെ വരവ്, വെള്ളത്തിൻ്റെ പോക്ക് എങ്ങനെയാണ്, താമര ഇലയുടെ പ്രതികരണം എങ്ങനെയാണ്, ഒന്ന് ശ്രദ്ധിക്കൂ. മനസ്സിന് എന്തൊരു ആനന്ദം കിട്ടും. ഒരു 10 മിനിറ്റ് തികച്ചവിടെ ഇരുന്നാൽ മതി. ഒരു 5 മണിക്കൂർ സുഖമായിട്ട് ഉറങ്ങിയ ഫലം കിട്ടും. അപ്പം മനസ്സിന് നമുക്ക് കുളിർമയും ആനന്ദമൊക്കെ തരുന്നത് പോലെ സ്നേഹം, ദയ, പുഞ്ചിരി ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ സ്ഫുരിക്കുന്ന കണ്ണുകളുള്ളവൻ, അതാണ് അതിൻ്റെ ധ്വനി. താമരക്കണ്ണൻ എന്ന് പറഞ്ഞാൽ താമരയിൽ നിന്ന് നമുക്ക് എന്ത് ഗുണമാണോ കിട്ടുന്നത്, എന്ത് ഫീലിംഗ് ആണോ കിട്ടുന്നത്, എന്ത് വികാരമാണോ നമുക്ക് താമര നോക്കിയിരുന്നാൽ കിട്ടുന്നത്, അതേ വികാരം ഭഗവാന്റെ കണ്ണിൽ നിന്ന് കളും. നമ്മളെ ഭഗവാനെ കണ്ണുകൾ കാണുകയോ കണ്ണുകളെക്കുറിച്ച് കേൾക്കുകയോ കണ്ണുകളെക്കുറിച്ച് സ്മരിക്കുകയോ ചെയ്താൽ നമുക്ക് കിട്ടുമെന്ന് പറയുന്നത്. ആ കണ്ണുകൊണ്ടുള്ള ചെറിയൊരു കടാക്ഷം മതി മനോവേദന നശിപ്പിച്ച് ആഹ്ലാദം നൽകാൻ. അനുഭവസ്ഥരോട് ഞാൻ പറയേണ്ട കാര്യമില്ല. കാരുണ്യാകുല നേത്രമാർദ്ര ഹസിതോല്ലാസം. കാരുണ്യാകുല നേത്രമാർദ്ര ഹസിതോല്ലാസം. നോക്കൂ എന്തൊരു പ്രയോഗ. കൃപാപരങ്ങളായിട്ടുള്ള ഭക്തന്മാരിൽ ഭഗവാന്റെ കൃപ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഭക്തന്മാരിൽ കാരുണ്യരസം തുളുമ്പുന്ന നേത്രയുഗ്മങ്ങളോട് കൂടിയവൻ ആണ് ഭട്ടതിരിപ്പാട് പറയണത്. കാരുണ്യാകുല നേത്രമാർദ്ര ഹസിതോല്ലാസം. ഗുരുവായൂർ നടക്കില്ലെന്ന് തൊഴുമ്പോൾ ഈ ശ്ലോകം ഓർമ്മ വരില്ലേ? കാരുണ്യാകുല നേത്രമാത്ര ഹസിതോല്ലാസം എന്ന് ഓർമ്മ വരില്ലേ? അവിടെ എന്താ നമ്മൾ പറയണത്? നമ്മളോട് മാത്രം ഭഗവാനോട് കാരുണ്യം കാണിക്കാനല്ല നമ്മളുടെ മനസ്സ് പറയണം. ആ പ്രാർത്ഥനയുടെ കൂടെ ഒരു ലിസ്റ്റും കൊടുക്കേണ്ടത് നമ്മളൊക്കെ ഗൃഹസ്ഥന്മാരല്ലേ. നമ്മുടെ ചുറ്റുപാടും ചുറ്റുവട്ടത്തും നിന്ന് നമ്മളെ ആശ്രയിച്ച് നിൽക്കുന്നവരെ രക്ഷിക്കാൻ ആരൊക്കെ ഉത്തരവാദിത്വം? നമുക്കല്ലേ വേണ്ടേ? നമ്മൾ തന്നെ സൂചിപ്പോവാൻ. പിന്നെ അവരുടെ യോഗക്ഷേമം നമ്മൾ നോക്കണ്ടേ? നമ്മുടെ യോഗക്ഷേമം ഭഗവാൻ നോക്കിക്കോട്ടെ. അവരുടെ യോഗക്ഷേമം നോക്കാനുള്ള ധർമ്മം നമുക്കില്ലേ? അപ്പം അത് വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുക? ഭഗവാനോട് കാരുണ്യം വേണേ ഭഗവാനെ എന്ന് പറയുമ്പോൾ, കാരുണ്യാകുല നേത്രഹാരിത മസിതോല്ലാസം എന്ന് പറയുമ്പോൾ ഭഗവാന്റെ ആ കാരുണ്യമായിട്ടുള്ള കണ്ണുകൾ എൻ്റെ മേത്തൊന്ന് പതിപ്പിക്കുക എന്ന് പറയുമ്പോൾ, എൻ്റെ മേത്ത് എന്ന് വെച്ചാൽ എൻ്റെയും എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരുടെയും അടുത്തേക്കൊന്ന് വന്നോട്ടെ ആ കാരുണ്യമായിട്ടുള്ള കണ്ണുകൾ. അപ്പം എവിടെയോ യൂറോപ്പിലോ അമേരിക്കയിലോ സ്വിറ്റ്സർലാൻഡിലോ ഒക്കെ കിടക്കണ മക്കളും കൊച്ചുമക്കളൊക്കെ ആവും. അവിടെയൊക്കെ പുണ്യാഹം നൽകാനാണ് പറയണത് ഭഗവാനോട്. സാധിച്ചു കൊടുക്കാറില്ലേ ഭഗവാൻ? ആ തൊഴുത് കഴിഞ്ഞിട്ട് നേരെ അപ്പുറത്തേക്ക് വന്ന ഗണപതി അമ്പലത്തിൻ്റെ അവിടെ എത്തുമ്പോഴേക്കും എന്താ നമ്മളുടെ മനസ്സിലൊരു ആനന്ദം! ഹൗ, എന്തോ ഒരു ഭാരം ഇറക്കി വെച്ച പോലെ. ക്ഷയായിട്ടോ, എന്താ ഒരു ആനന്ദം! ആ കുടുംബത്തിലുള്ള എല്ലാവർക്കും ആനന്ദം അനുഭവിക്കുന്ന ഒരു ആനന്ദമല്ലേ നമ്മുടെ മനസ്സിൽ വരുന്നത്. എല്ലാവർക്കും മനസമാധാനം കിട്ടിയിട്ടുണ്ടാവും ഇപ്പോൾ. തീർച്ചയാണ് ഭഗവാന്റെ കാരുണ്യാകുല നേത്രം ആർദ്രസിലിതോല്ലാസം ഒക്കെ അങ്ങോട്ട് പോയിട്ടുണ്ടാവും. ഇപ്പോൾ ഒക്കെ കൊറിയർ ടപ്പെന്ന് അവിടെ എത്തിയിട്ടുണ്ടാവും. ഒരു സെക്കൻഡ് മതി ഭഗവാന്റെ കൊറിയർ അയക്കാൻ. യൂറോപ്പല്ല, അമേരിക്ക അല്ല, ഏത് ഐസ്ലാൻഡ് പോയാലും ടക്ക് ഒറ്റ ക്ഷണം കൊണ്ട് അങ്ങോട്ട് എത്തും. കാരണം അവിടെയുണ്ട് ഭഗവാന്റെ ഓഫീസേ. ഭഗവാന്റെ ഓഫീസ് ഇല്ലാത്ത സ്ഥലം എവിടെയാണ്? അങ്ങോട്ടൊക്കെ എത്തിയിട്ടുണ്ടാവും ഇപ്പോൾ. എന്താ സന്തോഷം മനസ്സിന്!
അതാണ് പത്മം നമുക്ക് തരുന്ന ആനന്ദം. അതേ പ്രതീകമാണ് ഭഗവാൻ നമുക്ക് തരുന്നത് അർത്ഥം. അതാണ് ഗുരുവായൂരപ്പൻ. ഗുരുവായൂരപ്പനേ ഇത് പറ്റുള്ളൂ. അതാണ് ഗുരുവായൂരപ്പൻ്റെ അട്രാക്ഷൻ. കൃഷ്ണ കൃഷ്ണ എന്നുള്ള വാക്കന്നെ അതല്ലേ, അതാണ് കൃഷ്ണൻ, അതാണ് അട്രാക്ഷൻ. ഒരു സെക്കൻഡ് കിട്ടുള്ളൂ, അപ്പോഴേക്കും മഞ്ഞപ്പട്ടേര് വന്നിട്ട് മാറുമോ മാറുമോ എന്ന് പറയും. മതി, ആ ഒരു സെക്കൻഡ് കിട്ടിയാൽ മതി. പരീക്ഷത്ത് 7 ദിവസം ഉണ്ടല്ലോ ധൈര്യമായിട്ട് എന്ന് പറഞ്ഞ പോലെ ഒരു സെക്കൻഡ് ഇല്ലേ, അതൊക്കെ ധാരാളം എനിക്ക്. ആ വളക്കൊന്ന് കണ്ടാൽ മതി, ഭഗവാന്റെ മുമ്പിൽ ആ മുഖം ഒന്ന് കണ്ടാൽ മതി, വേറെ ഒന്നും കണ്ട ബസ്. ആ ഒരു സെക്കൻഡ് നേരത്തെ അനുഭവം ബാക്കി 29 ദിവസം മനസ്സിൽ വെച്ചിരിക്കാനുള്ള ഉണ്ടാവും, സ്റ്റോർ ചെയ്തിട്ടുണ്ടോ എനർജി. അത് കഴിഞ്ഞാൽ അത് രണ്ടാമത് റീചാർജിന് മാസം 1-ാം തീയതി പോകണ്ടോ. അപ്പോൾ എന്താ അതിൻ്റെ പവർ ആലോചിച്ച് നോക്കൂ, എന്താ അതിൻ്റെ ഒരു അട്രാക്ഷൻ ആലോചിച്ച് നോക്കൂ. മനസ്സിനെ എങ്ങനെയാണ് അത് അട്രാക്ട് ചെയ്യണത്, മനുഷ്യൻ്റെ മനസ്സിനെ. ഒരാളുടെ 2 ആളുടെ അല്ല, കൃഷ്ണനായരുടെയും രാമൻകുട്ടിയാരുടെയും മാത്രമല്ല, എത്ര ലക്ഷക്കണക്കിനൊക്കെ ജനങ്ങൾ, എത്ര കോടിക്കണക്കിന് ജനങ്ങൾ അവിടെ വന്ന് നിർവൃതരായിട്ട് പോണു. ശബരിമല, തിരുപ്പതി, ഇവിടെ എവിടെ വഴി നോക്കിക്കോളൂ, ഭഗവാന്റെ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ തന്നെയല്ലേ. എന്താ കാരണം? കാരുണ്യാകുല നേത്രമാർദ്ര ഹസിതോല്ലാസം. അതന്നെ. ആപത്ത് ഘട്ടങ്ങളിൽ മനഃശാന്തി ലഭിക്കാൻ ഉതകുന്ന മന്ത്രങ്ങളാണ് അനുകൂല ശതാവർത്ത പത്നി പത്മനിപേക്ഷണ എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ 3-4 നാമങ്ങൾ. അനുകൂല ശതാവർത്ത പത്നി പത്മനിപേക്ഷണ, ഈ 4 നാമങ്ങൾ ആപൽ ഘട്ടത്തിൽ മനസ്സമാധാനം കിട്ടാൻ, പ്രശ്നം മാറാനല്ല. അത് നമ്മളുടെ കഴിവും നമ്മളുടെ പ്രാരാബ്ധം നമ്മളുടെ മിടുക്കുമാണ്. മനഃശാന്തി എന്ന് പറയുന്നത് പ്രാരാബ്ധത്തിൽ പെട്ടതല്ല, അത് നമുക്ക് ഭഗവാൻ തരുന്നതാണ്. ആ വിൻഡോ എപ്പോഴും ഓപ്പനാ. എന്നെപ്പോൾ ആരെങ്കിലും പിടിച്ച് കൊല്ലും, ആ കൊല്ലും എന്നുള്ള കാര്യം ഉറപ്പാണ്, അത് ഭഗവാന് മാറ്റാൻ പറ്റില്ല. പക്ഷെ ആ കൊല്ലണ സമയത്ത് മനസമാധാനം തരുമോ ഭഗവാൻ എന്ന് വെച്ചാൽ ധാരാളം തരാമെന്ന് പറയും. അതാണ് ഭഗവാന്റെ പ്രത്യേകത. അത് ഭഗവാന്റെ ഡിപ്പാർട്ട്മെൻറ്റാണ്. അവിടെ റേഷനൊന്നുമില്ല, എത്ര വേണം വാരി കോരി കൊടുക്കും. അത് നമുക്ക് ആ വിൻഡോ വേണ്ട, നമുക്കത് വേണ്ട. ആ റേഷൻ കാർഡ് നമ്മൾ ഉപയോഗിക്കാറില്ല, നമുക്കതൊന്നും വേണ്ട. നമുക്ക് ഈ യന്ത്രവിനാലും ചളിക്കുണ്ടും മാത്രം മതി. എന്ത് ചെയ്യും? അവിടെ ടിക്കറ്റ് എടുക്കാൻ ആ വിൻഡോയിൽ ആരുമില്ല, കാലിയാണ്. മനസമാധാനം വേണമെന്ന് പറഞ്ഞിട്ട് ഭഗവാന്റെ അടുത്തേക്ക് എത്തുന്നവർ എത്ര ആൾക്കാരുണ്ട് അല്ലേ? അപ്പോൾ ഈ 4 നാമങ്ങൾ അനുകൂല ശതാവർത്ത പത്നി പത്മനിപേക്ഷണ എന്നുള്ളത് പണ്ഡിതന്മാർക്കൊരു അഭിപ്രായമുണ്ട്. ട്രൈ ചെയ്യണോണ്ട് തെറ്റൊന്നുമില്ലല്ലോ. ഇപ്പോൾ ട്രൈ ചെയ്യാൻ നോക്ക്, ആവശ്യമുള്ളവർക്ക് ട്രൈ ചെയ്യാം, പറഞ്ഞെന്ന് മാത്രം, ഇൻഫർമേഷന് വേണ്ടിയിട്ട്. അടുത്ത നാമം ഞാൻ പറഞ്ഞില്ലേ, പത്മനാഭ. ഇത് ഗുഡ് ട്രെയിനാണ് കേട്ടോ, എക്സ്പ്രസ് ട്രെയിൻ, സോറി, ഗുഡ് എക്സ്പ്രസ് ട്രെയിനാണ്, നിൽക്കില്ല. ഇടയ്ക്കൊന്നും എക്സ്പ്രസ് ബസ് നിൽക്കൂല എന്ന് പറയില്ലേ, അടൂർ ബാസ് ഏതൊരു സിനിമയിൽ. അപ്പോൾ ഇൻ ബിറ്റ്വീൻ സ്റ്റേഷനിലൊന്നും നിർത്തില്ല. പത്മനാഭ നിർത്തില്ല. പൊക്കലിൽ നിന്ന് പത്മം, അതിൽ ബ്രഹ്മാവ്, മുമ്പ് വിവരിച്ചതാണ്. അരവിന്ദാക്ഷ, താമരക്കണ്ണുള്ളവൻ, നോൺ സ്റ്റോപ്പ് പോവാ. 348. പത്മഗർഭ, പത്മത്തിൻ്റെ അകത്തിരിക്കുന്നവൻ. ജീവരാശികളുടെ ഹൃദയാകാശത്തിലുള്ള പത്മത്തിൻ്റെ അകത്തിരിക്കുന്ന പരമാത്മാവ്, അവിടെ സ്ഥിതി ചെയ്യുന്ന പരമാത്മാവ്. ഉപനിഷത്ത് വാക്യങ്ങളും ഇങ്ങനെയാണ്. കൈവല്യോപനിഷത്തിൽ ഹൃത്പുണ്ടരീകം വിരജം വിശുദ്ധം വിചിന്യ മധ്യേ വിശദം വിശോകം. ഹൃത്പുണ്ടരീകം, പത്മഗർഭ, പത്മത്തിൻ്റെ അകത്തിരിക്കുന്നവൻ. മനസ്സിലായില്ലേ? അപ്പോൾ അതാത് അവയവങ്ങൾ, ഭഗവാന്റെ എല്ലാ അവയവങ്ങളും നേരത്തെ പറഞ്ഞ പോലെ താമരപ്പൂവായിട്ട് ഉപമിക്കുകയാണ് കവികൾ.
ഈ ദേഹ അവയവങ്ങളുടെ മാർദ്ദവം കാരണമാണ് അങ്ങനെ ഉപമിക്കുന്നത്. ഭഗവാന്റെ ഏത് അവയവം തൊട്ടാലും മാർദ്ദവമായിട്ടുള്ളതാണ്. കണ്ണായാലും ശരി, ചുണ്ടായാലും ശരി, കവിളായാലും ശരി, ചെവിയായാലും ശരി, വയറായാലും ശരി, കാലായാലും ശരി, ഏത് അവയവം തൊട്ടാലും താമരയേക്കാൾ മാർദ്ദവമായിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് താമരയ്ക്കായിട്ട് ഉപമിക്കുന്നത്. മനസ്സിലായോ? ഇത് പറഞ്ഞപ്പോഴാണ് കാളിദാസൻ്റെ ഒരു ശ്ലോകം ഓർമ്മ വരുന്നത്. ഇത് സംബന്ധിച്ചൊരു ശ്ലോകം രഘുവംശത്തിൽ. രാവണൻ്റെ ടിറണി, അവൻ്റെ ഡിക്റ്റേറ്റോറിയൽ പവർ ലോകത്തിനോട് കഴിച്ച് കാണിച്ചെടുത്ത് ധർമ്മത്തിനെല്ലാം കോട്ടം വരുത്തി അധർമ്മങ്ങൾ പരത്താൻ അങ്ങേയറ്റം സാധുക്കൾക്ക് രക്ഷയില്ലാത്തൊരവസ്ഥയിൽ ബ്രഹ്മാവും ശിവനും സപ്തഋഷികളും എല്ലാവരും കൂടിയിട്ട് വൈകുണ്ഠത്തിലേക്ക് ഒരു പോക്കാണ് റെപ്രസെൻറ്റേഷൻ കൊടുക്കാൻ. ഒരു ജോയിൻ്റ് പാർലമെൻ്ററി സെഷൻ അങ്ങോട്ട് പോവാണ് എല്ലാവരും കൂടി. ഒരു ഡെലിഗേഷൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ രക്ഷയില്ല. ഒരു മേഴ്സി പെറ്റീഷനായിട്ട് അങ്ങോട്ട് പോവുക ഭഗവാന്റെ അടുത്തേക്ക്. വൈകുണ്ഠ ലോകത്ത് ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് ഭഗവാൻ അവിടെ റിക്ലൈനിങ് പൊസിഷനിൽ അനന്തശയനത്തിൽ കിടക്കുന്നു. അമ്മ കാക്കിലിരിക്കുന്നുണ്ട്. നമ്മുടെ മടിയിൽ ഒരു പട്ട് വിരിച്ചിട്ടുണ്ട്. ആ പട്ടിൻ്റെ മുകളിൽ നമ്മുടെ കൈ വെച്ചിട്ടുണ്ട്. 2 കൈ ഇങ്ങനെ മലർത്തി വെച്ചിട്ടുണ്ട്. ആ കയ്യിൽ ഭഗവാന്റെ കാല്. എന്നിട്ട് അത് ഒരു കൈ കൊണ്ട് ഇങ്ങനെ ഇരുത്തി കഴിഞ്ഞിട്ട് തല കൊടുക്കണം. ആ രംഗമാണ് ഓർമ്മയുണ്ടല്ലോ. അങ്ങനെ ഒരു ചിത്രം കണ്ടിട്ടില്ലേ നമ്മൾ? അതാണ് ഇവർ കാണുന്നത്, ഡെലിഗേഷൻ കാണുന്നത്. ആ കാണുന്നത് കാളിദാസൻ്റെ ഒരു വർണ്ണനയുണ്ട്. എന്താണ് അവർ കണ്ടതെന്നുള്ളത്. ശ്രിയപൽപനിഷണ്ണായ ക്ഷൗമന്തരിതമേഖലേ അംഗേ നിക്ഷിപ്തചരണം ആസ്തീർണം കരവല്ലവം. ശ്രിയപൽപനിഷണ്ണായ ക്ഷൗമാന്തരിതമേഖലേ അംഗേ നിക്ഷിപ്തചരണം ആസ്തീർണം കരവല്ലവം. പത്മത്തിൽ ഭഗവതി ഇരിക്കണു. ഭഗവതി ഇരിക്കുന്നത് പത്മത്തിൽ. ആ പത്മത്തിലിരിക്കുന്ന ഭഗവതിയുടെ മടിത്തട്ട്, ആ മടിത്തട്ടിൻ്റെ മുകളിൽ ഒരു പട്ടിട്ടിരിക്കണു, ക്ഷൗമാന്തം. ആ പട്ടിൻ്റെ മുകളിൽ ഭഗവതിയുടെ കൈ വെച്ചിരിക്കണം. ആ കയ്യിൻ്റെ മുകളിൽ ഭഗവാന്റെ കാലുകൾ വെച്ചിരിക്കണം. ഇതാണ് കാണുന്നത്. ശ്രിയപൽപനിഷണ്ണായ ക്ഷൗമാന്തരിതമേഖലേ അംഗേ നിക്ഷിപ്തചരണം ആസ്തീർണം കരവല്ലവം. ഇപ്പം പരുക്കനായ പദാർത്ഥം താഴ്ത്തും, അതിൻ്റെ മുകളിൽ അതിലും മൃദുവായ സാധനം മുകളിലും. അങ്ങനെയാണല്ലോ നമ്മൾ ഒരു പാക്കിംഗ് ടെക്നോളജി, അല്ലെങ്കിൽ പാക്കിംഗ് ഇത്തോസ്. സാധനം അങ്ങനെയല്ലേ നമ്മൾ പാക്ക് ചെയ്യുക? ഏറ്റവും അടിയിൽ വയ്ക്കുക, മൃദുവായിട്ടുള്ളതല്ലല്ലോ. അപ്പോൾ മുല്ലപ്പൂ ആദ്യം മേടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ചായപ്പൊടി മേടിച്ച് വയ്ക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ പരക്കനായിട്ടുള്ള സാധനങ്ങൾ ആദ്യം മേടിച്ച് സട്ടിലായിട്ടുള്ള സാധനങ്ങൾ മുകളിൽ വയ്ക്കും. മൃദുലമായിട്ടുള്ള സാധനങ്ങൾ, വേഗം പൊട്ടിപ്പോവാണ്ടിരിക്കുന്ന സാധനം, നല്ലതായിട്ടുള്ള സാധനങ്ങൾ, പൂവ്, അങ്ങനെയുള്ള ചതഞ്ഞു പോവാതിരിക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ മുകളിൽ കൊണ്ടുവയ്ക്കും. അതല്ലേ പാക്കിങ്ങിൻ്റെ ഒരു മെത്തേഡ്. അപ്പോൾ ഗ്രോസർ മെറ്റീരിയൽസ് ഡൗൺ ബിലോ, ഡിവൈനർ മെറ്റീരിയൽസ്, മൃദുവായിട്ടുള്ള മെറ്റീരിയൽ, സോഫ്റ്റർ നോട്ട് ഡിവൈൻ, സോഫ്റ്റർ മെറ്റീരിയൽസ് അതിൻ്റെ മുകളിൽ. ഹാർഡ് മെറ്റീരിയൽസ് താഴ്ത്തും, സോഫ്റ്റ് മെറ്റീരിയൽസ് അതിൻ്റെ മുകളിൽ. അപ്പോൾ ഹാർഡ് മെറ്റീരിയൽ അതിൻ്റെ മുകളിൽ, ഹാർഡ് കുറഞ്ഞ സോഫ്റ്റ്, ആ സോഫ്റ്റിൻ്റെ മുകളിൽ അതിനേക്കാൾ സോഫ്റ്റ്, അതിനേക്കാൾ സോഫ്റ്റിൻ്റെ മുകളിൽ അതിനേക്കാൾ സോഫ്റ്റ്, ആ സോഫ്റ്റിൻ്റെ മുകളിൽ സൂപ്പർ സോഫ്റ്റ്. പിന്നെ അതിൻ്റെ മുകളിൽ വയ്ക്കാനൊന്നുമില്ല. അതാണ് പാക്കിംഗ് മെത്തേഡ്. ഇവിടെ അതാണ് പറയണത്. ശ്രിയപൽപനിഷണ്ണായ, പത്മത്തിൻ്റെ മുകളിലിരിക്കുന്നു ദേവി. ദേവിയുടെ ഇരിപ്പിടാതാ പത്മാസന. അപ്പം പത്മത്തിൽ ഇരിക്കുന്ന ദേവി പത്മത്തിനേക്കാൾ സോഫ്റ്റാണ് അല്ലേ? അങ്ങനെയുള്ള പത്മത്തിനേക്കാൾ സോഫ്റ്റായ ദേവിയുടെ മടിത്തട്ട് അതിനേക്കാൾ സോഫ്റ്റാണ്. അതിനേക്കാൾ സോഫ്റ്റാണ്
ക്ഷൗമാന്തം, പട്ട്, വെറും പട്ടല്ല, ശരിക്ക് സിൽക്ക് പട്ട്. അപ്പോൾ ഭഗവതിയുടെ താമര, താമരയിനേക്കാൾ സോഫ്റ്റാണ് ഭഗവതി. ഭഗവതിയേക്കാൾ സോഫ്റ്റാണ് ഭഗവതിയുടെ മടിത്തട്ട്. ഏറ്റവും സോഫ്റ്റ്നെസ് ഉള്ള ഒരു അവയവം ദേവിയുടെ മടിത്തട്ടാണ്. ആ മടിത്തട്ടിൽ, അതാണല്ലോ നമ്മളൊക്കെ നമ്മുടെ മടിത്തട്ടിലല്ലേ കിടക്കുക. ആട്ടം കഴിഞ്ഞിട്ടമ്മതൻ മടിത്തട്ടിലേക്കെന്നു വീഴഞ്ഞാൻ. എന്തുകൊണ്ടാണ് നമ്മുടെ തലയിൽ വീഴണമെന്ന് പറഞ്ഞ്? എന്തുകൊണ്ടാണ് നമ്മുടെ കാക്കിൽ വീഴണമെന്ന് പറഞ്ഞ്? എന്തുകൊണ്ടാണ് നമ്മുടെ കയ്യിലേക്ക് വീഴണമെന്ന് പറഞ്ഞ്? എന്തുകൊണ്ടാണ് മടിത്തട്ടെന്ന് പറയാൻ കാരണം? പ്രത്യേക കാരണമുണ്ട്. അമ്മമാരുടെ മടിത്തട്ടാണ് സോഫ്റ്റ്നെസ്. വേറെ ഒരു അവയവും ഇല്ല അത്ര സോഫ്റ്റായിട്ടുള്ളത്. മനസ്സിനെ എന്താ പറയുക, സൗകുമാര്യതയും ആഹ്ലാദവും കിട്ടുന്നത് അമ്മയുടെ മടിത്തട്ട് തന്നെയാണ്. അപ്പോൾ ആ മടിത്തട്ടാണ് ശരിക്കും പറഞ്ഞാൽ ദേവിയുടെ മാക്സിമം സോഫ്റ്റ്നെസ്. ആ മടിത്തട്ടിനേക്കാൾ സോഫ്റ്റായതാണ് ക്ഷൗമാന്തം, അല്ലേ? അല്ലാണ്ട് അതിൻ്റെ മുകളിൽ പുൽപ്പായ കൊണ്ടിടുമോ എല്ലാവരും? അതിനേക്കാൾ ഹാർഡായിട്ടുള്ള പദാർത്ഥം കൊണ്ടിടുമോ? ചകിരിപ്പായ കൊണ്ടിടുമോ? ഇല്ലല്ലോ. ക്ഷൗമാന്തം. അപ്പോൾ അതിനേക്കാൾ, അമ്മയുടെ മടിത്തട്ടിനേക്കാൾ സോഫ്റ്റായതാണ് ക്ഷൗമാന്തം. ക്ഷൗമാന്തം ഇത് മേഖലേ അങ്കേ നിക്ഷിപ്ത ചരണം. ആ പട്ടിൻ്റെ മുകളിലാണ് ദേവിയുടെ കൈ വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ കൈയിൻ്റെ അടി പട്ടിനേക്കാൾ സൗന്ദര്യമുള്ളതാണ് കൈ. എന്താ പറയുക, സൗകുമാര്യതയുള്ളതാണ് കൈ. സോഫ്റ്റാണ് കൈ, മൃദുവാണ് കൈ. അപ്പോൾ ആ കയ്യിൻ്റെ മൃദുലത്വം എത്രയുണ്ടെന്ന് നോക്കൂ. എത്ര ഡിഗ്രി മൃദുലത്വം അതിന്. അങ്ങനെയുള്ള മൃദുലമായിട്ടുള്ള കയ്യിൻ്റെ മുകളിലാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ കാല് കൊണ്ടുവച്ചിരിക്കുന്നത്. അപ്പം ആ പാദപത്മങ്ങൾ എത്ര സോഫ്റ്റായിരിക്കണം? മനസ്സിലാവുണ്ടോ കൂട്ടരെ? ഓ, അപ്പോൾ ആ ഡിഗ്രി ഓഫ് സോഫ്റ്റ്നെസ് എവിടെ എത്തി നോക്കൂ. ശ്രിയപൽപനിഷണ്ണായ ക്ഷൗമാന്തരിത മേഖലേ അങ്കേ നിക്ഷിപ്തചരണം ആസ്തീർണം കരവല്ലവം. അപ്പം അതാണ് പത്മഗർഭ എന്ന് പറയുന്ന അർത്ഥം. താമരയിലിരിക്കുന്നു, താമരപ്പൂവിലിരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. ലളിത സഹസ്രനാമത്തിൽ ഈ നാമം വരുന്നുണ്ട് കേട്ടോ. പത്മാസന, എന്താണ്, പത്മനയന. അവിടെ താമരാക്ഷനല്ലേ, അവിടെ പത്മനയന എന്നാണ്. പത്മനയന, പത്മാസന ഒക്കെ വരുന്നുണ്ട്. പാർവതി പത്മനയന പത്മരാഗസമപ്രഭ പത്മാസന ഭഗവതി പത്മനാഭ സഹോദരി. അപ്പോൾ അത് അങ്ങനെ ഇരിക്കട്ടെ. 348 അത്രയും മതി. 349 ശരീരഭൃത്. ശരീരഭൃത് എന്ന് വെച്ചെങ്കിൽ ശരീരങ്ങളെ ഭരിക്കുന്നവൻ. സൃഷ്ടിയിലെ എല്ലാ ശരീരങ്ങളെയും ഭരണം നടത്തുന്നവൻ. ആര്? മഹാവിഷ്ണു. എന്താ സംശയം? ഓ, ശരീരത്തെ ഭരിക്കുന്നത് ആരാ? എൻ്റെ സൃഷ്ടികളുടെ ശരീരങ്ങളെ അതാതിന്, തൻ്റെ സൃഷ്ടികളുടെ എന്താ പറയുക, ശരീരങ്ങളെ അതാതിന് ഉതകിയ അന്നമായിട്ട് പോഷിപ്പിക്കും, പ്രാണനായിട്ട് നിലനിർത്തുക. ഇതൊക്കെ ചെയ്യുന്നത് ആരാ? ആരാ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ആരാ ഇത് ഭരിക്കുന്നത്? ഹൂ ഈസ് അഡ്മിനിസ്ട്രേറ്റിംഗ് യുവർ ബോഡി? പറയൂ. മഹാവിഷ്ണു അല്ലാണ്ട് വേറെ ആരാ? ഹി ഈസ് അഡ്മിനിസ്ട്രേറ്റർ ഓഫ് യുവർ ബോഡി. ഹി ഈസ് മെയിൻറ്റെയിനിങ്. ബിൽഡ്, ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ. ശരീരം ബിൽഡ്, അത് ഓപ്പറേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വേണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യണം. BOT ബേസിസാണ്. ശരീരം ഉണ്ടാക്കിയത് ഭഗവാൻ, അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഭഗവാൻ, അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഭഗവാൻ, അവസാനം ലയിക്കുന്നതും ഭഗവാനിലേക്ക്. പ്രാണനായിട്ട് നിലനിർത്തുന്നു. വ്യത്യസ്തമായിട്ടുള്ള അന്നങ്ങളിൽ പോഷണങ്ങൾ നിറച്ചുകൊണ്ട്, പോഷണങ്ങൾ
എന്താ പറയുക, ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നു. സൃഷ്ടികൾക്ക് വേണ്ട സമയത്ത് വേണ്ടത് അന്നത്തിന്. അപ്പോൾ ആ ഒരു ഡിവൈൻ ഫോഴ്സ്, സൂത്രാത്മാവ് ശരീരം വിട്ടു പോയാൽ പിന്നെ ആ ശരീരം ഓരോ നിമിഷവും ചീയാണ് ഉണ്ടാകുന്നത്, ചീഞ്ഞു പോവുക, ഡിക്കേയിങ്, ഗെറ്റ്സ് റോട്ടൺ. അതെല്ലാവർക്കും അനുഭവമല്ലേ. സ്വന്തം ഡിക്കേയിങ് അല്ല, മറ്റാൾക്കാർ ഡിക്കേ ചെയ്യുന്നത് നമുക്ക് നല്ല അനുഭവം ഉണ്ടല്ലോ. ശരീരത്തിൽ നിന്ന് സൂത്രാത്മാവ് പോയാൽ അനുഭവമല്ലേ എല്ലാവർക്കും. യാവത് പവനോ നിവസതി ദേഹേ താവത് പൃച്ഛതി കുശലം ഗേഹേ ഗതയത വായൗ ദേഹാപായേ ഭാര്യാഭീപ്യതി തസ്മിൻ കായേ. ശങ്കരാചാര്യരുടെ ഭജഗോവിന്ദത്തിലുള്ളതാണ്. യാവത് എത്രത്തോളം കാലം, പവനോ പ്രാണൻ, നിവസതി നിവസിക്കുന്നുവോ, ദേഹേ ഈ ദേഹത്തിൽ. സംസ്കൃത മലയാളം ഇത്. യാവത് പവനോ നിവസതി ദേഹേ താവത് അതുവരെ, പൃച്ഛതി ചോദിക്കുന്നു, കുശലം കുശലപ്രശ്നങ്ങൾ. എണ്ണയിച്ചോ, കഷായം കുടിച്ചോ, ഗുളിക കഴിച്ചോ, ഏപ്പടി നിന്നോ, ആഹാരം കഴിച്ചോ, ഉച്ചയ്ക്ക് ഉറങ്ങിയോ, വൈകുന്നേരം എന്താ ചായക്ക് കഴിച്ചേ, പപ്പടം ചുട്ടത് കിട്ടിയോ, ഇങ്ങനെയുള്ള കുശല പ്രശ്നങ്ങളൊക്കെ ചോദിക്കും. എപ്പോൾ? താവത് എത്രത്തോളം കാലം, പവതി നിവസതി ദേഹേ അത്രത്തോളം കാലം. യാവത് പവനോ നിവസതി ദേഹേ എത്രത്തോളം കാലം ആ സൂത്രാത്മാവ് പ്രാണനായിട്ട് ഈ ശരീരത്തിലുണ്ടോ അത്രയും കാലം അച്ഛനോടോ മുത്തച്ഛനോടോ അമ്മാവനോടോ ആരോടോ വെച്ചാൽ യാവത് പൃച്ഛതി കുശലം ഗേഹേ. വീട്ടിലുള്ളവർ പോലും കുശലപ്രശ്നങ്ങൾ ചോദിക്കണമെങ്കിൽ ആ പ്രാണൻ കയ്യിൽ വേണം. ഗതയതവായോ ദേഹാപായേ. ആ പ്രാണൻ ഇതിൽ നിന്ന് അങ്ങോട്ട് പോയി എന്ന് വിചാരിക്കുക. ഗതയത വായോ, വായു ഇന്ന് പോയി എന്ന് വിചാരിക്കുക. പിന്നെന്താ ഉണ്ടാവുക? അടുത്തുള്ളവരൊക്കെ പോട്ടെ, ഭാര്യാഭിപ്യതി, പാവം, ഭാര്യാഭിപ്യതി തസ്മിൻ കായ്. ഭാര്യ പോലും ആ ശരീരത്തിനെ പിന്നെ എന്താ സംസാരിക്കില്ല എന്ന് മാത്രമല്ല, ഭീപ്യതി, പേടിയാണ്. അയ്യോ, ആ ശവത്തിൻ്റെ അടുത്തേക്ക് ഞാൻ ഇല്ലേ. പിന്നെ അത് എത്രയും വേഗം വീട്ടിൽ നിന്ന് കാലിയാക്കിയാൽ അത്രയും നന്ന്. കാലത്ത് സിദ്ധി കൂടിയതാ, കാലത്ത് 7 മണിക്ക്. ഇപ്പം മണി എത്രയായി? 2 മണിയായി, 3 മണിയായി. എപ്പോഴാണ് അത് ക്രിമേഷൻ? എത്രയും വേഗം കൊണ്ടുപോയാൽ അത്രയും നന്ന്. ആരുടെ? അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ ശരീരം കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കിയ വീട്. അതിലേക്ക് എല്ലാ സാധനങ്ങളും അദ്ദേഹത്തിൻ്റെ അധ്വാനം കൊണ്ട് ഉണ്ടാക്കിയത്. പശുവിനെയും മേടിച്ചു അദ്ദേഹത്തിൻ്റെ കാശ് കൊടുത്തിട്ട്. ആളങ്ങോട്ട് പോയപ്പോൾ ആ പശു ഇട്ട ചാണം തളിച്ചിട്ട് ശുദ്ധാക്കണം ആ സ്ഥലം. ഭാര്യ ഭീപ്യതി തസ്മിൻ കായേ. ആലോചിച്ചു. അപ്പം ശരീരത്തെ നിലനിർത്തുന്നത് ആരാ? നമ്മളാരുമല്ല. നമുക്ക് നിലനിർത്താൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയൊന്നും അല്ലല്ലോ ജീവിക്കുക. ഇത്ര പേടി ഉണ്ടാവില്ലല്ലോ ശരീരത്തിന് നമുക്ക് നിലനിർത്താനുള്ള കഴിവുണ്ടെങ്കിൽ. നമ്മൾ ഭീഷ്മരൊന്നും അല്ലല്ലോ, സ്വച്ഛന്ത മൃത്യൊന്നും അല്ലല്ലോ നമുക്ക്. മറ്റുള്ള ജീവജാലങ്ങൾ മരണാനന്തരം അവരുടെ ശരീരത്തിന് എന്തെങ്കിലും ഒരു വില കിട്ടും, തോലിനെങ്കിലും ഒരു വില കിട്ടും. നമ്മുടെ ശരീരത്തിനോ ന്യൂസൻസ് വാല്യൂ. അത് കൂടുതൽ വെച്ചിരിക്കുകയാണെങ്കിൽ കൂടുതൽ ന്യൂസൻസാണ്. എന്താ ചെയ്യപ്പോൾ? കുട്ടികളൊക്കെ വരണമെങ്കിൽ സമയം എടുക്കും. ഇതിപ്പോൾ കാത്തു നിൽക്കണോ? അവർക്കൊക്കെ അറിയില്ലേ വിവരം പിടുത്തേ. വന്നാൽ തന്നെ ഇപ്പം പറ്റുമോ? ക്വാറന്റൈനൊക്കെ ഇരിക്കണ്ടേ? എങ്ങനെയെങ്കിലും കഴിക്കല്ലേ നല്ലത്. പോകാനുള്ളവർ പോയി. അങ്ങനെയൊക്കെയാണ് സംസാരം ഉണ്ടാവുക. എവിടെ ഇരുന്നിട്ടാണ് സംസാരിക്കണം? അയാളുടെ വീട്ടിലിരുന്നിട്ടാണ് സംസാരിക്കണതേ. അയാൾ മേടിച്ച സോഫയുടെ മുകളിൽ കയറി ഇരുന്നിട്ട് ആണ് ന്യായം പറയണത്. എടുത്ത വീട്ടിലെ കുട്ടപ്പനാണ്. മനസ്സിലായോ? ശങ്കരൻകുട്ടിയാർ ഏതായാലും പോയി. ഇനിയിപ്പോൾ ഇത് കാത്തിട്ട് വല്ല കാര്യമുണ്ടോ? ആ സുശീല ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുമോ അവരെ? ആ കുട്ടികളൊക്കെ വന്നാൽ കുറച്ച് സമാധാനം ഉണ്ടാവും എന്ന് പറയൂ.
അങ്ങനെയൊക്കെ ആവും പിന്നെ സംസാരമില്ലേ. ഭാര്യാഭിപ്യതി തസ്മിൻ കായേ. നമ്മളുടെ ശരീരത്തിന് തീരെ വിലയില്ല. മറ്റുള്ള ശരീരങ്ങൾക്ക് വിലയുണ്ട്. പാമ്പ്, നായ അതൊക്കെ ചത്തതിന് സ്കിന്നിന് വലിയ വാല്യൂ ഉണ്ട്. അപ്പം ജീവിച്ചിരിക്കുമ്പോഴെങ്കിലും ഈ ശരീരം കൊണ്ട്, ഇത് കഴിഞ്ഞാൽ ഒരു ഉപയോഗമില്ലാത്ത ശരീരം കൊണ്ട് എന്തെങ്കിലും അവനവനോ നാട്ടുകാർക്കോ വീട്ടുകാർക്കോ നെയ്ബേഴ്സിനോ ഉപകാരമാവുന്ന എന്തെങ്കിലും കാര്യം ചെയ്യുമോ മാഷേ? എപ്പം നോക്കിയാലും ഇങ്ങനെ വൈരാഗ്യവും വാശിയും പിടിച്ചു വെച്ചാൽ കാര്യം നടക്കുമോ? ഇതൊക്കെ എപ്പം തീരാനാ? എല്ലാ വൈരാഗ്യവും എല്ലാ വാശിയും ഒരു സമയത്ത് തീരില്ലേ? സ്പഷ്ടം മാനുഷഗർവമൊക്കെ ഇവിടെ പൂക്ക് അസ്തമിക്കുന്നതാ, ഒരു ദിവസം അസ്തമിക്കില്ലേ? അതൊന്നും ആലോചിച്ചൂടെ? എന്തിനാ ഈ വിദ്വേഷവും ഈ കോപവും ഈ പകയും ഈ കുടികിടപ്പ് പകയൊക്കെ എന്തിനാ? ജന്മജന്മാന്തരങ്ങളായിട്ട് തുടങ്ങിയതാ. അതൊന്നുമല്ല, എൻ്റെ കൊച്ചുമോൻ്റെ തൊട്ട് തുടങ്ങിയതാ. അച്ഛൻ്റെ മുതൽ തുടങ്ങിയതാ. പാരമ്പര്യമായിട്ടുള്ള വഴക്കാണ് ഞങ്ങൾ തമ്മിൽ. വലിയൊരു എന്താണ് ഒരു വീരഗാഥ പറഞ്ഞ പോലെ ആൾക്കാർ പറയാം. അവരായിട്ടേ ഇപ്പോഴൊന്നുമല്ല, ഒരു 100-300 കൊല്ലത്തെ വഴക്കുണ്ട് ഈ വൈരം. അങ്ങനെ അങ്ങോട്ട് വിട്ടു കൊടുക്കാൻ പറ്റുമോ? എന്താ ചെയ്യുക? അപ്പോൾ ഈ ശരീരം കൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യുക. നല്ല കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഇത് ആർക്കും വേണ്ട. മൃഗങ്ങൾക്ക് പോലും ഈ ശരീരം വേണ്ട. പറയുമ്പോൾ ഒരു ചെറിയ ശ്ലോകം ഓർമ്മ വരുന്നുണ്ട്. ഒരു അമ്മക്കൂർക്കനും കുട്ടിക്കൂർക്കനും കാട്ടുകൂടെ അങ്ങനെ നടന്നു പോവുക. അങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ചെറിയ മനുഷ്യൻ്റെ ഒരു ചെറിയൊരു മണം വന്നു കുട്ടിക്കുരങ്ങിന്. നല്ല വിശപ്പുണ്ട്. അമ്മ എനിക്ക് വിശന്നിട്ട് പോയി, ഞാൻ ഇവിടെ ഇപ്പോൾ വരാം, നമുക്കൊന്ന് പോകാമെന്ന് പറഞ്ഞിട്ടൊന്ന് വഴി മാറി നടന്നു നോക്കിയപ്പോൾ അവിടെ ഇതാ ഒരു മനുഷ്യൻ മരിച്ചു കിടക്കുന്നു. ചെന്ന് നോക്കിയപ്പോൾ തൊട്ടൊക്കെ നോക്കിയപ്പോൾ ചൂടുണ്ട്. അപ്പോൾ ഇപ്പം മരിച്ചതാ, അധികമായിട്ടില്ല, പഴക്കം വന്നിട്ടില്ല. ഫ്രിഡ്ജിലൊന്നും കയറ്റി വയ്ക്കണ്ട, ഫ്രഷായിട്ട് മീറ്റ് എടുക്കാം. അപ്പോൾ ഈ കുട്ടിക്കുരങ്ങൻ ചോദിച്ചു, അമ്മേ എനിക്ക് നല്ല വിശപ്പുണ്ട്, ഈ ശരീരം കാണാൻ എന്ത് ഭംഗിയുള്ളതാ, നല്ല ഭംഗിയുള്ള ശരീരമാണ്, വേറെ ഒരു കുഴപ്പമില്ല, എങ്ങനെയാണ് മരിച്ചതെന്ന് അറിയില്ല, എന്തോ ആവട്ടെ, അത് അയാളുടെ പ്രാരാബ്ധം. അപ്പോൾ നോക്കുക, ആ ചെവിയും ആ ചെവിയുടെ പരപ്പും കണ്ണിൻ്റെയും മൂക്കിൻ്റെ ഒക്കെ ഒരു ചായ നോക്കൂ, കവളൊക്കെ നോക്കൂ, എന്ത് രസമാണ്. കൈ കണ്ടില്ലേ? ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, കയ്യിൻ്റെ വിരലൊന്ന് കടിക്കട്ടെ. ഇങ്ങനെ കുറേശ്ശെ എടുത്ത് കടിച്ച് തിന്നട്ടെ ഞാൻ, ഓരോരോ അവയവങ്ങളായിട്ട് എന്ന് പറഞ്ഞപ്പോൾ അമ്മ കുരങ്ങ പറയും, അരുത് മോനെ, അരുത്. രേ ജമ്പുക മുഞ്ച ഹതിനോ, അരുത് ജമ്പുക, അരുത്. കാരണം എന്താ? നീ എന്താ പറഞ്ഞേ? അയാളുടെ കൈ ആദ്യം കടിക്കണം എന്നല്ലേ? ഹസ്തൗ ദാന വിവർജിതൗ ശ്രുതിപുടേ വിഷ്ണോ കഥാവർജിതം നേത്രേ സജ്ജന വീക്ഷണേന വിമുഖേ ഗർവേണ തുംഗശിരാ അന്യോ വർജിത വിത്തപൂർണമുദരം പാദം ന തീർത്ഥം ഗതൗ രേ ജമ്പുക മുഞ്ചരഹതോ നീചസ്യ നിന്ദ്യം ബഹൂ. ഏറ്റവും നീചത്തിൽ വെച്ചിട്ടുള്ള നിന്ദ്യനായിട്ടുള്ള അവയവങ്ങളാണ് എൻ്റെ ജമ്പുക്കുട്ട. അത് അതുകൊണ്ട് ജമ്പുക്കുട്ടന് വിശപ്പിനും നമുക്ക് വേറെ വല്ല പേരകായൊക്കെ മേടിച്ച് തിന്നാൻ വല്ലയിടത്തുനിന്നും. ഇത് തൊടണ്ട. ഹസ്തൗ ദാന വിവർജിതോ, അവൻ്റെ 2 കൈകൾ കണ്ടില്ലേ, കാണാനൊക്കെ ഭംഗിയുണ്ട്. ദാനങ്ങൾ ചെയ്യാൻ വിവർജിതനായിരുന്നു. അവന് മടിയാണ് ചാരിറ്റി കൊടുക്കാൻ. ഒരു ഒരു 10 പൈസ ഒരാൾക്ക് ഇട്ട് കൊടുക്കില്ല, കൈകൊണ്ട് ദാനം ചെയ്തിട്ടില്ല. ഹസ്തൗ ദാന വിവർജിതോ. ചെവിയോ, നല്ല ചെവിയല്ലമ്മേ, ശ്രുതിപുടേ 2 ചെവികളോ, വിഷ്ണോ കഥമവർജിതം, പുരാണ കഥകൾ കേൾക്കില്ല അവനിഷ്ടല്ല. പുരാണ കഥകൾ, ഈശ്വര കഥകളൊന്നും കേൾക്കാനും ഇഷ്ടമല്ല. വിഷ്ണു കഥാവർജിതം, അത് എവിടെയുള്ള വെച്ചാൽ അവിടുന്ന് ഓടിപ്പോവും. എന്നാൽ പിന്നെ കണ്ണോ, നേത്രേ സജ്ജന വീക്ഷണേന വിമുഖേ, നല്ല സജ്ജനങ്ങളെ കണ്ട കണ്ണപ്പം തിരിക്കാൻ അവനവരെ കണ്ടുകൂടാ. അതാണ് കണ്ണിൻ്റെ സമ്പ്രദായം. നേത്രേ സജ്ജന വീക്ഷണേച വിമുഖേ. തലയോ, ഗർവേണ തുംഗശിരാ, അതിൽ നിറച്ച് ഗർവാണ്, ഈഗോ, അഹങ്കാരം, പ്രൈഡ്, വാനിറ്റി, അതിൽ നിറച്ചതാ. കുലുങ്ങി നല്ല തേങ്ങ
കുലുങ്ങി നോക്കണ പോലെ അങ്ങനെ കിളുന്ന് കുലുങ്ങില്ലേ, അതൊക്കെ എന്താ? അഹങ്കാരം, വാനിറ്റി, പ്രൈഡ്, ഈഗോ. ഗർവേണ തുങ്കശിര. എന്നൊരു കാര്യം ചെയ്യാമോ, ഞാൻ വയറെടുക്കട്ടെ, നല്ല രസമുണ്ട് കാണാൻ, ഒരു പന്ത് പോലെയൊക്കെ ഉണ്ട്, വയറെടുക്കട്ടെ. അന്യോപാർജിത വിത്ത പൂർണ്ണമുദരം. എൻ്റെ കുട്ട, അതിൻ്റെ ഉള്ളിൽ എന്താ അറിയോ? അന്യോപാർജിത വിത്തം. അന്യ ആൾക്കാരുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചിട്ടുള്ള മുതലാണ് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നതൊക്കെ. എല്ലാം തട്ടിപ്പറിച്ചിട്ടുള്ള മുതലാ, അവൻ്റേതായിട്ടുള്ള ഒന്നുമില്ല, അതുകൊണ്ട് എടുക്കരുത്. ഓക്കെ, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, കാലിൻ്റെ ഒരു വരൽ കടിച്ചങ്ങോട്ട് കൊണ്ടുപോവാ. ഹൈ, പാദം ന തീർത്ഥങ്കതോ. ഒരു തീർത്ഥക്കുളത്തിൽ പോലും അവനവൻ്റെ കാല് മുക്കിയിട്ടില്ല അതേവരെ. 70 വയസ്സായില്ലേ. പാദോ ന തീർത്ഥം വിധോ. ഏതെങ്കിലും ഒരു അമ്പലക്കുളത്തിൽ പോയിട്ട് കാല് കഴുകിയിട്ടുണ്ടാവൻ? കഴുകിയിട്ടില്ല. പിന്നെ എന്തിനാ കൊള്ളുക അത്? അപ്പം ഈ വക അവയവങ്ങളൊന്നും കൊള്ളില്ല. രേ ജമ്പുക. അയ്യോ എൻ്റെ കുറേം കുട്ടിയെ, മുഞ്ചരഹതോ, കുറേം കുട്ടിയല്ല, കുറുക്കൻ കുട്ടിയെ, മുഞ്ചരഹതോ. വിട്ടുക നല്ലത്, ഇത് വിട്ടു പോവാ നല്ലത്. കാരണം എന്താ? നീചസ്യ നിന്ദ്യം ബഹു. നീചങ്ങളിൽ വെച്ച് നിന്ദ്യനാണെന്ന് പറയണം. ഹസ്തൗദാന വിവർജിതോ ശ്രുതിപുടേ വിഷ്ണോ പരം വർജിതം. നേത്രേ സജ്ജന വീക്ഷണേ ച വിമുഖേ ഗർവേണ തുങ്കശിര. അന്യോവർജിത വിത്തപൂർണമുദരം പാദം ന തീർത്ഥം ഗതൗ. രേ ജമ്പുക മുഞ്ചരഹതോ നീചസ്യ നിന്ദ്യം ബഹു. അപ്പം ഇതാണ് ഈ ശരീരത്തിൻ്റെ വില, ദിസ് എംബോഡിമെൻറ്റിൻ്റെ വില. ഇതിനെയാണ് നമ്മൾ വാസലൈന്, സോപ്പ്, ഗണ്ടാമുണ്ടി, കിടതക്കാരിയൊക്കെ ഇട്ടിട്ട് വഷളാക്കി തീർത്ത് അതിനെ വേറെ ആർക്കും തൊടാൻ പറ്റാത്ത അവസ്ഥയിൽ കൊണ്ടുവയ്ക്കണം. ശരീരമാദ്യം കലു ധർമ്മസാധനം. വേണ്ടെന്നൊന്നും പറയില്ല. ലുക്ക് ആഫ്റ്റർ ഇറ്റ് കെയർഫുള്ളി, ബട്ട് നെവർ പാമ്പർ ഇറ്റ്. അസലായിട്ട് സൂക്ഷിക്കണം. നമ്മുടെ വസ്തുവാണത്, എൻ്റെ ശരീരമാണ്. അപ്പം അത് എൻ്റെ സാധനം പോലെ ഞാൻ സൂക്ഷിക്കണം. പക്ഷേ നെവർ എവർ പാമ്പർ. അത് തല കയറും പിന്നെ. അപ്പോൾ അതുകൊണ്ട് ജീവിച്ചിരിക്കണ കാലത്ത് ഈ ശരീരത്തിലെ അവയവങ്ങളെ കൊണ്ട് എന്തെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നോക്കുക. അതൊക്കെ നമ്മുടെ അക്കൗണ്ടിലേക്ക് പോവും, ഒന്നല്ലെങ്കിൽ വേറൊരു അക്കൗണ്ടിൽ പ്രോസസ് ചെയ്തിട്ട് പൊക്കോളും. ഇതൊന്നും അല്ലാണ്ട് വൈരാഗ്യവും വിദ്വേഷമൊക്കെ വെച്ചിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ പോലെ കുറുക്കൻകുട്ടി പോലും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയാവും. മനസ്സിലായില്ലേ? തൽക്കാലം നമുക്ക് നിർത്താം. നാളെ അടുത്ത ശ്ലോകം നമുക്ക് കാണാം. ഹരി ഓം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കൃഷ്ണ, ഗുരുവായൂരപ്പ, ഭഗവാനേ രക്ഷിക്കണേ.